വൈഷ്ണോ ദേവി, മാതാറാണി, ത്രികുട, അംബെ, വൈഷ്ണവി എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. ഹിന്ദു മാതൃദേവതയായ മഹാലക്ഷ്മിയുടെ അവിവാഹിത രൂപമാണ്. മഹാസരസ്വതിയുടെയും മഹാകാളിയുടെയും തത്വത്തെ ഇത് പ്രതീകപ്പെടുത്തുന്നു. ത്രിമൂർത്തി ദേവതകളുടെ സംയുക്ത അവതാരമായാണ് വൈഷ്ണോ ദേവിയെ ആരാധിക്കുന്നത്. ഹരിദ്വാറിലെ വൈഷ്ണോ ദേവി ക്ഷേത്രം ജമ്മു കശ്മീരിലെ പ്രശസ്തമായ വൈഷ്ണോ ദേവി ക്ഷേത്രത്തിന്റെ ഒരു മാതൃകയാണ്. ഇത് ഹരിദ്വാറിലെ ജ്വാലാപൂരിൽ സപ്ത സരോവർ റോഡിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ക്ഷേത്രം താരതമ്യേന പുതിയതാണെങ്കിലും നിരവധി തീർത്ഥാടകരെ ആകർഷിക്കുന്നുണ്ട്. ഹരിദ്വാറിലെ വൈഷ്ണോ ദേവി ക്ഷേത്രത്തിലെ ഉത്സവം മാതാ വൈഷ്ണോ ദേവി ഉത്സവമെന്നും അറിയപ്പെടുന്നു. ഇത് ഹിന്ദു ദേവതയായ വൈഷ്ണോ ദേവിയെ ആരാധിക്കുന്ന ഒരു പ്രധാന ഉത്സവമാണ്. പ്രധാന ക്ഷേത്രം ജമ്മു കാശ്മീരിലെ കത്രയിലാണെങ്കിലും ഈ ഉത്സവം ഉത്തരാഖണ്ഡിലെ പുണ്യനഗരമായ ഹരിദ്വാറിലും വലിയ ഭക്തിയോടെ ആഘോഷിക്കപ്പെടുന്നു. എല്ലാ വർഷവും നടക്കുന്ന ഈ ഉത്സവം ധാരാളം ഭക്തരെ ആകർഷിക്കുന്നു. അവർ അനുഗ്രഹം തേടിയെത്തുകയും വിവിധ മതപരവും സാംസ്കാരികവുമായ ചടങ്ങുകളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. ഹൈന്ദവ ദേവതയായ മഹാലക്ഷ്മി, മഹാകാളി എന്നിവരുടെ അവതാരമായ മാതാ വൈഷ്ണോ ദേവിയുടെ യാത്രയെയും ദിവ്യ സാന്നിധ്യത്തെയും അനുസ്മരിക്കുന്ന ഉത്സവമാണിത്. ഗംഗാ നദിയുടെ തീരത്തുള്ള പുണ്യസ്ഥലങ്ങളായ ഹരിദ്വാറിലാണ് ഈ ഉത്സവം ആഘോഷിക്കുന്നത്. ഭക്തർ ആരതി, ഭജൻസ്, കീർത്തനങ്ങൾ തുടങ്ങിയ മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നു. അവർ പ്രാർത്ഥന നടത്തുകയും ക്ഷേത്രത്തിന് ചുറ്റും പ്രദക്ഷിണം നടത്തുകയും ദേവിയുടെ അനുഗ്രഹം തേടുകയും ചെയ്യുന്നു. ഉത്സവം ആത്മീയ ചിന്തയ്ക്കും ഭക്തിക്കും ദൈവിക കൃപ തേടുന്നതിനുമുള്ള സമയമാണ്. ക്ഷേത്രത്തിൽ വന്ന് ഉത്സവത്തിൽ പങ്കെടുത്താൽ ഭാഗ്യവും സമൃദ്ധിയും ആഗ്രഹസാഫല്യവും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. നാടോടി നൃത്തങ്ങൾ, സംഗീത പരിപാടികൾ, നാടകങ്ങൾ തുടങ്ങിയ സാംസ്കാരിക പരിപാടികളും ഭക്തരെ രസിപ്പിക്കാനും ആകർഷിക്കാനും ഉത്സവത്തിൽ ഒരുക്കുന്നു. ഭക്തർ ദേവിക്ക് ചുണ്ണികൾ, ചോള, സാരി, ഷാൾ തുടങ്ങിയവ സമർപ്പിക്കുന്നു. ഈ കാഴ്ചകൾ ക്ഷേത്രത്തിന് സമീപമുള്ള സ്മാരകക്കടകളിൽ ലഭ്യമാണ്. ജമ്മു കശ്മീരിലെ യഥാർത്ഥ വൈഷ്ണോ ദേവി ക്ഷേത്രത്തെ അനുസ്മരിപ്പിക്കുന്ന ഗുഹകളും തുരങ്കങ്ങളുമുള്ള ഒരു വാസ്തുവിദ്യയാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. പ്രധാന പ്രതിഷ്ഠകൾ ലക്ഷ്മി, കാളി, സരസ്വതി എന്നീ 3 പ്രധാന ദേവതകളെയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ജ്യോതിർലിംഗങ്ങളുടെ പകർപ്പുകൾ ഭക്തർക്ക് ശിവന്റെ 12 ജ്യോതിർലിംഗങ്ങളുടെ പകർപ്പുകളും ഇവിടെ കാണാൻ കഴിയും. ആഘോഷങ്ങൾ കുംഭമേള, ബസന്ത് പഞ്ചമി, മകരസംക്രാന്തി, ഗംഗാദസർ തുടങ്ങിയ നിരവധി ഹിന്ദു ഉത്സവങ്ങൾ ഈ ക്ഷേത്രത്തിൽ ആഘോഷിക്കാറുണ്ട്. ഹരിദ്വാർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ അകലെയാണ് ക്ഷേത്രം. ഹരിദ്വാർ സിറ്റിയിൽ നിന്ന് ഓട്ടോറിക്ഷകൾ വഴിയും ബസുകൾ വഴിയും ക്ഷേത്രത്തിലെത്താൻ സാധിക്കും. പ്രധാന സമയങ്ങൾ എല്ലാ ദിവസവും രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെയാണ് ക്ഷേത്രം തുറന്നിരിക്കുന്നത്. ഹരിദ്വാറിൽ വേനൽക്കാലത്ത് ചൂടും ഈർപ്പവും കൂടുതലായതിനാൽ ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളാണ് ക്ഷേത്രം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യം. ഈ ക്ഷേത്രം ജമ്മു കശ്മീരിലെ യഥാർത്ഥ വൈഷ്ണോ ദേവി ക്ഷേത്രം സന്ദർശിക്കാൻ കഴിയാത്തവർക്ക് ഒരു ആശ്വാസമാണ്. കത്രയിലെ പ്രസിദ്ധമായ വൈഷ്ണോ ദേവി ക്ഷേത്രത്തിന്റെ ഒരു പകർപ്പാണ് ഹരിദ്വാറിലെ ഈ ക്ഷേത്രം. എല്ലാ ദിവസവും രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ ക്ഷേത്രം തുറന്നിരിക്കും. പ്രവേശന ഫീസ് ഇല്ല. രരസപ്തർഷി ആശ്രമത്തിലേക്കുള്ള വഴിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. യഥാർത്ഥ ക്ഷേത്രത്തിലെ ഗുഹകളെയും തുരങ്കങ്ങളെയും അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള വാസ്തുവിദ്യയാണ് ഇവിടെയുള്ളത്. ലക്ഷ്മി, കാളി, സരസ്വതി എന്നീ 3 ദേവതകളുടെ വിഗ്രഹങ്ങൾ ഇവിടെയുണ്ട്. സനഹർക്കി പൗരിയിൽ നിന്ന് 20 മിനിറ്റ് യാത്ര ചെയ്താൽ ഇവിടെയെത്താം. ഓട്ടോ, ബസ് അല്ലെങ്കിൽ ടാക്സി എന്നിവ ഉപയോഗിക്കാം. ഈ ക്ഷേത്രത്തിനുള്ളിൽ കാളി, ലക്ഷ്മി, സരസ്വതി ദേവതകളുടെ വിഗ്രഹങ്ങൾ കാണാൻ സാധിക്കും. The temple is situated in Haridwar, Uttarakhand. The temple is known for its architecture, which mimics the cave-like passages and tunnels of the original Vaishno Devi shrine. Devotees need to navigate these narrow, man-made tunnels to reach the inner sanctum.
The temple houses idols of three Hindu goddesses, Lakshmi, Kali, and Sarasvati. It's believed that Vaishno Devi blesses those who have faith in her and fulfills their wishes. Inside the temple, you can also find replicas of the 12 Jyotirlingas of Lord Shiva. The temple is a boon for devotees who are unable to undertake the arduous journey to the original Vaishno Devi shrine in Jammu Kashmir due to physical, financial, or other limitations. The temple celebrates major Hindu festivals like Kumbh Mela, Basant Panchami, Makar Sankranti, and Ganga Dasara with great fervor. The temple is situated in the vicinity of the Chandi Devi temple and offers scenic views of the city and the Ganges River, especially when approached via the cable car. The temple is generally open for devotees from 8 a.m. to 8 p.m. on all days. However, another source suggests it's open daily from 5 a.m. to 12 p.m. and from 2 p.m. to 9 p.m., with a closure from 12 p.m. to 2 p.m. for lunch hours. While the temple in Haridwar is a replica, it's important to differentiate it from the original Vaishno Devi temple located in Katra, Jammu and Kashmir, which is a major pilgrimage site and open 24 hours. The Vaishno Devi Temple Festival in Haridwar, also known as the Mata Vaishno Devi Mela, is a significant event celebrating the Hindu goddess Vaishno Devi. While the primary temple is in Katra, Jammu and Kashmir, the festival is also celebrated with great fervor in Haridwar, a holy city in Uttarakhand. This festival, held annually, attracts a large number of devotees who come to seek blessings and participate in various religious and cultural activities. The festival is celebrated in Haridwar, a city known for its sacred gods and temples on the banks of the Ganges River. Devotees participate in various religious rituals such as Aarti, worship with light, bhajans, devotional songs, and kirtans, group chanting. They also offer prayers, perform circumambulations, parikrama of the temple, and seek blessings from the goddess. The festival is a time for spiritual reflection, devotion, and seeking divine grace. Pilgrims believe that visiting the temple and participating in the festivities will bring them good fortune, prosperity, and fulfillment of their wishes. Cultural programs, including folk dances, music performances, and theatrical presentations, are also organized during the festival to entertain and engage the devotees. Devotees offer chanris, scarves, cholas, wraps, saris, and shawls to the goddess. These offerings are available at souvenir shops near the temple. The Vaishno Devi temple in Haridwar is a relatively recent structure, built as a replica of the famous shrine in Jammu and Kashmir to provide a place of worship for devotees unable to travel to the original location. While the original Vaishno Devi shrine in Katra has a rich history dating back to the Mahabharata era, the Haridwar temple was established more recently, with the primary purpose of offering a convenient pilgrimage site. Here is a more detailed look. Original Vaishno Devi Shrine. Ancient origins. The original Vaishno Devi temple in Katra, Jammu and Kashmir, is believed to be very old, with geological studies suggesting it's almost 1,000,000 years old. Mention in Mahabharata. The cave where the temple is located is mentioned in the epic Mahabharata, where Arjuna is said to have prayed to the goddess for victory in the war. Pandav's role.
It's believed that the Pandavas built the original temple as a gesture of gratitude to the goddess for her blessings. Sridhar's discovery. The cave and the pilgrimage site are also associated with the story of Sridhar, a devotee who, according to legend, was guided to the cave by the goddess herself. Vaishno Devi Temple in Haridwar. Replica Shrine. The Haridwar temple was built as a replica of the original shrine to offer a convenient pilgrimage site for those unable to travel to Katra. Accessible location. It's located in Jagdish Nagar, Jwalpur, Haridwar, making it easily accessible for devotees. Spiritual significance. The temple provides a similar spiritual experience with a cave-like structure and idols of goddess Vaishno Devi, Lakshmi, and Saraswati. Recent establishment. Unlike the ancient origins of the original shrine, the Haridwar temple was established more recently, within the last few centuries.